എൻ്റെ പേര് ബിന്ദു മനോജ്. ഞാൻ പാലക്കാട് തന്നെയാണ് വരുന്നത്. തൃപ്പൂണിത്തറയിലെ ഇതുപോലുള്ളൊരു സ്കൂൾ കാണാനിടയായി. എൻ്റെ ഒരു കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പാലക്കാട് ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങണമെന്ന് ആലോചനയുണ്ട്. ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യം തോന്നി. ഞാൻ ജോയിൻ ചെയ്തു. ചൈതന്യയിൽ വരുന്ന കുട്ടികളിൽ 90% കുട്ടികളും സ്പീച്ച് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അതിൽ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്. ഡിസബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ കുട്ടികളെ വേർതിരിച്ചിട്ടുണ്ട്. അവരുടെ ഡിസബിലിറ്റിയുടെ തോതനുസരിച്ചുള്ള എക്സസൈസുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 6 മാസമായി സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞങ്ങൾക്ക് ചെന്നൈ വിദ്യാസാഗർ എന്നാണ് ഇതിന് വേണ്ട ടെക്നിക്കൽ ഗൈഡൻസ് തരുന്നത്. അവരിടയ്ക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ തരാറുണ്ട്. സ്പീച്ചിൽ തീരെ സ്പീച്ച് ഇല്ലാത്ത കുട്ടികളുണ്ട്. പിന്നെ സ്പീച്ച് തന്നെ സ്ലേർഡ് സ്പീച്ചുള്ള കുട്ടികൾ പറയും എന്നാൽ വ്യക്തമാവില്ല, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ വൊക്കാബുലറി എക്സസൈസ്, കുറച്ചുകൂടി വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നൽകാറുണ്ട്. തീരെ സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് ബ്ലോയിങ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, ഓറൽ മസാജിങ്, ഇങ്ങനെയുള്ളത് കൊടുക്കുന്നതുകൊണ്ട് സ്പീച്ച് വരാൻ ഉദ്ദേശിച്ച് മാത്രമല്ല ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഡ്രൂലിംഗ് ഉണ്ട്, വായിൽ നിന്ന് ഇങ്ങനെ സലൈവ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പാരൻസിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസ് കൊടുക്കുന്നതിലൂടെ ഡ്രൂലിംഗ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഫീഡിങ്ങും ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഉച്ചക്കത്തെ ഫീഡിങ് ടീച്ചേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഫീഡിങ് ടൈമിൽ ഞങ്ങളിങ്ങനെയുള്ള ഓറൽ മസാജിങ് ഒക്കെ കൊടുക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ചവച്ച് കഴിപ്പിക്കാനും, തീരെ ഭക്ഷണം കഴിക്കാത്തവർക്ക് 2 എക്സ്ട്രീം സൈഡ്സിലേക്ക് ഭക്ഷണമൊക്കെ വെച്ച് അവർക്ക് ച്യൂയിങ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്വോളോയിങ് ഇല്ലാത്ത കുട്ടികളെ എങ്ങനെ സോളോ ചെയ്യിപ്പിക്കുക, എങ്ങനെ ഭക്ഷണം ചവപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ആൾട്ടർനേറ്റീവ് ആൻഡ് ഓഗ്മെൻറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഒരു AAC സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ പാരൻസിന് അറിയാം. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നിന്ന് പാരൻസിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ടീച്ചേഴ്സിനോ മറ്റു പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഞങ്ങൾക്കത് വല്ലാത്ത ഹെൽപ്പായി തീർന്നിട്ടുണ്ട്. കുട്ടികൾ ഈ ചാർട്ടിൽ നോക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ അവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ, അവരെല്ലാ കാര്യങ്ങളും ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എക്സ്പ്രസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കണം നമ്മൾ ചെയ്യണത്. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ആ എക്സ്പ്രഷന് ഞങ്ങൾ സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കുട്ടി അസസ്മെൻറ്റിന് ശേഷമാണ് ഞങ്ങളിങ്ങനത്തെ ചാർട്ട്, ഓരോരുത്തർക്കും വ്യത്യസ്ത ചാർട്ടുകളാണ്. അപ്പോൾ ഒരു കുട്ടി അസസ്മെൻറ്റിന് ശേഷം ആ കുട്ടിയുടെ ലെവൽ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ നോക്കും. അതിന് ശേഷമാണ് ആ കുട്ടിക്ക് ഗോൾ സെറ്റ് ചെയ്യണത്. ചൈതന്യയിൽ എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികൾക്കും ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക്, അല്ല സ്പീച്ച് സ്ലേർഡാണോ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾ അവരെ സ്പീച്ചിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കും. പോയട്രീസൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ. പിന്നെ അക്ഷരങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഓരോന്നിനും ഓരോ അക്ഷരങ്ങൾക്കൊക്കെ പ്രത്യേകം പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പം ബൈലേബിയലായാലും പ, മ, ഭ അങ്ങനെയുള്ള കാര്യങ്ങൾ 2 ചുണ്ടും ചേർത്തി പറയേണ്ടത്. പിന്നെ ലേബിയോ ഡെൻ്റൽ, ഇപ്പോൾ വി, എഫ് എന്നൊക്കെ പറയുമ്പോൾ മുകളിലെ പല്ലും താഴത്തെ ചുണ്ടും ചേർത്തി പറയേണ്ടത്. ഇൻ്റർഡെൻ്റൽ, ആൽവിയോലാസ്, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ അത് കറക്റ്റ് പ്ലേസ്മെൻറ്റ് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പറയാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ച് നാവൊക്കെ പതുക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ അമർത്തി കൊടുത്താൽ അങ്ങനെ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും. ചൈതന്യയിൽ AAC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഈ AACയെ കുറച്ചുകൂടെ നല്ല രീതിയിലാക്കി മാറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ചാർട്ട് തന്നെ ഇപ്പോൾ ഈ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനോ പിടിക്കാനോ എല്ലാറ്റിനും ബുദ്ധിമുട്ടായിരിക്കും. പുറം ലോകമായിട്ട് ഇപ്പോൾ ഇവിടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചൈതന്യയിലെ സ്റ്റാഫിൻ്റെയും പാരൻസിൻ്റെ ഇടയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പുറമേയുള്ള സൊസൈറ്റിയായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ആ ചാർട്ട്, കമ്മ്യൂണിക്കേഷൻ ചാർട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലൊന്നാക്കി മാറ്റണം, അതായത് പോർട്ടബിൾ ആക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അടുത്ത കൊല്ലം കുറച്ചുകൂടെ നന്നായിട്ട് ഈ AAC സിസ്റ്റം കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നോർമൽ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൈതന്യയിൽ വന്നുപെട്ടതിന് ശേഷം അവിടെ ഒന്നും കിട്ടാത്ത ഒരു സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട് എനിക്ക്. ഞാനും 4 കുട്ടികളുമായിട്ടാണ് ചൈതന്യം ആരംഭിച്ചത്. എന്തു മനോഹരമാണ് അവരുടെ ലോകം. നിറങ്ങളിൽ ചാലിച്ചെടുത്ത രൂപങ്ങളിൽ അവർ കളിക്കുകയാണ്. ഒപ്പം അവർ പഠിക്കുകയാണ്. അവരുടെ മാനസിക വളർച്ചയുടെ തിരിച്ചറിവിന്റെ ലോകത്തേക്ക് അവർ പിച്ചവെക്കുകയാണ്. ഒന്ന് മുതൽ 20 ഇയേഴ്സ് വരെ ഉള്ള സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ വരുന്ന സ്റ്റുഡൻസ്
എത്ര ഡിസബിലിറ്റീസ് ഉണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ആ സ്റ്റുഡൻസിൻ്റെ എബിലിറ്റീസ് ബേസ്ഡ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ഓരോരോ സ്കൂളിൽ ചെയ്യണം. ഇവിടെ 3 സെക്ഷൻസ് ഉണ്ട്. ഒരു സെക്ഷൻ ഏർലി ഇൻ്റർവെൻഷൻ, no section early intervention paranja 0 to 7 years, and next section 7 the mold section, and another one section is students under class and autism. Early interventions la endana 0 to 7, so avada cheriya pillar undu. So ee pillarku engane നമുക്ക് ചെയ്യണമെന്ന്. സോ ആദ്യം വെരി ഇമ്പോർട്ടൻറ്റ് അസസ്മെൻ്റ് ആണ്. സോ ഈ അസസ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നെന്ന് ജനറലി പ്രീ മെഡിക്കൽ, പ്രസൻറ്റ് മെഡിക്കൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അവരുടെ പാരൻസ് കയ്യിൽ ഉണ്ടാകും. സോ അതൊക്കെ നമുക്ക് അസസ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു ഗോൾസ് ചെയ്യണം. ഇത് പ്രോട്ടോക്കോൾസ് എന്ന് പറയും മെഡിക്കൽ രീതിയിൽ. സോ ഇവിടെ പ്രോട്ടോക്കോൾസ് നമുക്ക് ചെയ്തിട്ട് ആ പ്രോട്ടോക്കോൾസിൻ്റെ രീതിയിൽ നമുക്ക് ഓരോരോ പ്ലാന് നമുക്ക് ചെയ്യാം. സോ ഇവിടെ കുറേ ഒരു 10 പ്രോഗ്രാംസ് ഉണ്ട്. ദിവസവും 10 o'clock തുടങ്ങിയിട്ട് 1 o'clock വരെ ഏർലി ഇൻ്റർവെൻഷനിൽ പ്രോഗ്രാംസ് ഉണ്ട്. സോ ആ പ്രോഗ്രാംസ് എന്താണ്? കണ്ടക്റ്റീവ് എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ, സ്ട്രെച്ചിങ്, ഇൻഡിവിജ്വൽ തെറപ്പി, ബോൾ തെറപ്പി, എഡ്യൂക്കേഷൻ. സോ ഇങ്ങനെ പല രീതിയായിട്ട് 0 to 7 ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇത് മെയിനായിട്ട് എന്താണ്? ദ ഡിസബിലിറ്റി ബേസ്ഡ്, വാട്ട് ഈസ് ദ ആക്ടിവിറ്റി നീഡ് ഓഫ് ദെയർ, അവരുടെ കപ്പാസിറ്റിക്ക് എന്ത് അവർ ചെയ്യാൻ പറ്റുമെന്ന് വി ഹാവ് ടു അസസ്, ദെൻ വി ഹാവ് ടു പ്രോഗ്രാം. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോട്ടലായിട്ട് നീഡ് ബേസ്ഡ് പ്രോഗ്രാം. സോ ഒരു കുട്ടിക്ക് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും, ഇല്ല ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഇല്ല പാരൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. ഓരോ കുട്ടിയെ എങ്ങനെ ഇന്ത്യന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവരവരുടെ പ്രോഗ്രാം നമുക്ക് കൊടുക്കണം. സോ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. സോ ഇവിടെ 2-3 കുട്ടികളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ട് നോർമൽ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് അവരുടെ പ്രോഗ്രാംസ് എങ്ങനെ കൊടുക്കണം അത് കൊടുത്തിട്ട് ഇറ്റ് വിൽ ബി എ better for their life. And coming to here, there are cases in namak edutha, there are number of കണ്ടീഷൻസ്. സി പി ഉണ്ട്. പൊതുവായിട്ട് സ്പെഷ്യൽ സ്കൂളിന് എടുത്താൽ വെറും സി പി മാത്രമെന്ന് പറയും. ഇല്ല, അങ്ങനെ ഇല്ലാണ്ട് ഇവിടെ കുറേ നിറയെ കണ്ടീഷൻസ് ഉണ്ട്. സി പി ഉണ്ട്, റെഡ് സിൻഡ്രോം ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, ദെൻ വി ആർ ഹാവിങ് അറ്റാക്സിയ, ദെൻ വി ആർ ഹാവിങ് മസ്കുലർ ഡിസ്ട്രോഫി. സോ ദർ ആർ വേരിയസ് കേസസ്. ഇൻ ദ വേരിയസ് കേസസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ അത് ബേസിക്കലി 2 കാറ്റഗറിയിൽ വരും. ഒന്ന് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ, അതായത് മസിലും ബോണിൻ്റെ പ്രോബ്ലമുള്ള ഡിസോർഡേഴ്സ്. നെക്സ്റ്റ് സെക്കൻഡ് മെൻ്റൽ ഡിസോർഡർ. സോ ഈ ഡിസോർഡർ ഉള്ള കുട്ടികൾ നമുക്ക് എങ്ങനെ അസസ് ചെയ്തിട്ട് അവർക്ക് ഓരോരോ പ്രോഗ്രാം കൊടുത്തിട്ട് അവരുടെ പ്രോഗ്രാം അനുസരിച്ച് ഇവിടെ കുറേ സ്റ്റാഫ്സ് ഉണ്ട്, ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട്, പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്ക് വി ക്യാൻ ഇംപ്രൂവ്. ദർ ആർ we can give lot of improvement to them. This is provided there should be a parents, teachers and everybody's cooperation. ingana kodutha there will be a fantastic improvement. idu prove aayittundu Chaitanyala. Few examples, Chaitanyala irundhu namukku normal school la poittu oru 2-3 examples undu. adanal നമുക്ക് നന്നായിട്ട് പ്രൊസീജിയർ ചെയ്ത they will go to the normal school. ഇത് തിരിച്ചറിവിന്റെ ലോകം. ഇവിടെ രൂപങ്ങളെയും അക്കങ്ങളെയും നിരത്തി അധ്യാപിക അവരുടെ കൈ പിടിച്ചുയർത്തുകയാണ് നാളെയുടെ തിരിച്ചറിവിലേക്ക്. മനസ്സ് അനുവദിക്കുമെങ്കിലും ശരീരം അവർക്കതനുസരിച്ച് ചലിപ്പിക്കാനാവുന്നില്ല. മനസ്സിലെ കെട്ടിക്കിടക്കുന്ന തിരിച്ചറിവിനെ ഒരു ഉറവയായി കണ്ടെടുത്ത് ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹമായി മാറ്റുകയാണ് ഈ അധ്യാപകരുടെ കർത്തവ്യം.